നമുക്കൊന്ന് നെടുമങ്ങാടേക്ക് കൂടി ഒന്ന് പോയി വരാം. നെടുമങ്ങാട് സ്വദേശിയായ അരുൺ ബാബുവിൻ്റെ വീട്ടിൽ നിന്നും ആദിൽ പാലോടും നമുക്കൊപ്പം ചേരുകയാണ്. ആദിൽ പാലോട് ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം വിവരമൊക്കെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 10:30 ഇന്നിപ്പോൾ നെടുമ്പാശ്ശേരിയിൽ ഈ മൃതദേഹങ്ങൾ എത്തിക്കുക, അരുൺ ബാബുവിൻ്റെതടക്കം. അതിനുശേഷം എനിക്കൊന്ന് 11 മണിയോടുകൂടി അവിടെ നിന്ന് പുറപ്പെടും. ഒരു 4 മണി 5 മണിയോടുകൂടി നെടുമങ്ങാട് ഇപ്പോൾ ആദിൽ നിൽക്കുന്ന വീട്ടിലേക്ക് എത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയും ക്രമീകരണങ്ങളൊക്കെ തുടങ്ങി. ഇന്നു തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും എന്നാണ് വീട്ടുകാർ അറിയിക്കുന്നത്. ആദ്യം എത്തിക്കുക കുരിയാത്തിയിലെ, നെടുമങ്ങാട് കുരിയാത്തിയിലെ ഈ വീട്ടിലേക്കല്ല, ഭാര്യ വീട്ടിൽ കുറേ കാലം അരുൺ ബാബു താമസിച്ചിരുന്നു. അത് ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വട്ടപ്പാറയിലാണ്. ആദ്യം അവിടേക്ക് കൊണ്ടുവരും. അവിടെ ഒരു പൊതുദർശനമുണ്ടാകും. അതിനുശേഷമായിരിക്കും പിന്നീട് ഈ കുരിയാത്തിയിലെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. 2 പെൺമക്കളാണ് അരുൺ ബാബുവിനുള്ളത്. ഒരാൾക്ക് 13 വയസ്സും മറ്റൊരാൾക്ക് 3 വയസ്സുമാണുള്ളത്. നമ്മൾ ഇപ്പോൾ കുരിയാത്തിയിലാണുള്ളത്. ഇവിടെ നാടൊന്നാകെ ഒരു മൂകമായ ഒരു അന്തരീക്ഷത്തിലാണുള്ളത്. കടകൾ അടച്ച് ആദരസൂചകമായി അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് അരുൺ ബാബുവിന് എന്നുള്ളതാണ്. ഏതായാലും അരുൺ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വപ്നങ്ങളുമായാണ് കുവൈറ്റിലേക്ക് വിമാനം കയറിയത്. കോവിഡ് കാലത്ത് അരുൺ ബാബു നാട്ടിലുണ്ടായിരുന്നു. കോവിഡിന് മുമ്പ് ഒരു 8 വർഷത്തോളം അരുൺ ബാബു വിദേശത്തായിരുന്നു, കുവൈറ്റിൽ തന്നെയായിരുന്നു. അതിനുശേഷം കോവിഡിൻ്റെ 2 വർഷം നാട്ടിലുണ്ടായിരുന്നു. അതിന് പിന്നാലെ 8 മാസങ്ങൾക്ക് മുൻപാണ് അരുൺ ബാബു വീണ്ടും കുവൈറ്റിലേക്ക് NBTCയിൽ ഷോപ്പ് അഡ്മിൻ എന്ന നിലയിൽ തസ്തികയിലേക്ക് ജോലിക്ക് പോകുന്നത്. ഏറ്റവും പ്രധാനമായി കുവൈറ്റിലേക്ക് പോകുമ്പോൾ അരുൺ ബാബുവിൻ്റെ സ്വപ്നം ഒരു സ്വന്തമായൊരു വീട് എന്നുള്ളതായിരുന്നു. കുരിയാത്തിയിൽ തന്നെ ഒരു 15 സെൻറ്റ് സ്ഥലം സ്വന്തമായി വാങ്ങി അവിടെ വീട് കെട്ടാനുള്ള ആലോചനകളും സ്വപ്നങ്ങളുമായാണ് അരുൺ ബാബു ഇവിടെ നിന്ന് വീട്ടിൽ വിമാനം കയറിയത് എന്നുള്ളതാണ്. ഇവിടെ ആകെ ഒരു സങ്കട കാഴ്ചയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. 3 വയസ്സും 13 വയസ്സുമുള്ള 2 മക്കളാണ് അരുൺ ബാബുവിനുള്ളത്. ഒരു വീടെന്ന സ്വപ്നം ബാക്കി നിൽക്കുകയാണ് അരുൺ ബാബു യാത്രയാകുന്നത്. ഇന്ന് വൈകുന്നേരം അരുൺ പറഞ്ഞതുപോലെ 5-6 മണിയോടുകൂടി തന്നെ തിരുവനന്തപുരത്തേക്ക് മൃതദേഹം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വട്ടപ്പാറയിലെ ഭാര്യ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷമായിരിക്കും ഇവിടേക്ക് കുരിയാത്തിയിലേക്ക്, നെടുമങ്ങാടേക്ക് മൃതദേഹം കൊണ്ടുവരിക. ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും എന്നാണ് അറിയിക്കുന്നത്. അരുൺ ബാബു ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു. ഏറെക്കാലം ഈ കുരിയാത്തിയൊക്കെ കേന്ദ്രീകരിച്ച് പൊതുപ്രവർത്തനം നടത്തിയിരുന്ന ആൾ കൂടിയാണ്. അതിനുശേഷമാണ് ജീവിത പ്രതിസന്ധികളിൽ ഉലഞ്ഞ് ദീർഘകാലം ജോലി ചെയ്ത് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു, ഒരുപാട് കടബാധ്യതകളുണ്ടായിരുന്നു. ഈ കടബാധ്യതകളൊക്കെ തീർക്കാൻ കൂടിയാണ് വിദേശത്തേക്ക് പോയത്. ഒപ്പം ഒരു വീടെന്ന സ്വപ്നവും ഉണ്ടായിരുന്നു. ഒരു ദുരന്തമാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയേണ്ടി വരും. 5 വർഷത്തിന് മുമ്പാണ് അച്ഛൻ മരിക്കുന്നത്. അതിനുശേഷം സഹോദരി നഴ്സിങ്ങിന് ബാംഗ്ലൂരിലിരിക്കെ പനി ബാധിച്ചു മരിച്ചു. പിന്നീട് ഇപ്പോൾ അരുൺ ബാബുവിൻ്റെ മരണം. ഇനി അനുജനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. ഏതായാലും വളരെ സങ്കടകരമായൊരു അവസ്ഥയും അനുഭവവുമാണ് ഈ കുരിയാത്തിയിൽ നിന്ന് നമുക്ക് പറയാനാകുന്നത്. അരുൺ.